ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമാണ് കേരള ഹൈക്കോടതി നടത്തുന്നത് എന്ന് സുപ്രീം കോടതി ഉത്തരവിറക്കിയതിലൂടെ അത് പൂരപ്രേമികളുടെയും ആനപ്രേമികളുടെയും വിജയമായി മാറിയിരിക്കുകയാണ്. ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ് എന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം സുപ്രീം കോടതി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ്. ഇത് സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതാണ് സത്യം. ഇത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിരോധിക്കാതെ അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തുടരുകയാണ് ചെയ്യേണ്ടത്. സംസ്കാരത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങളിൽ അധികാരം പ്രയോഗിക്കുകയല്ല നാം ചെയ്യേണ്ടത്. ഇനി ആനകൾ ചവിട്ടിക്കൊല്ലും അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു വരുന്നവരോടാണ്. ഈ മതപ്പാടായി നിൽക്കുന്ന ആനകളും പിന്നെ റെസ്റ്റ് തീരെയില്ലാത്ത ആനകളും ഒക്കെയാണ് ഈ അമ്പലങ്ങളിൽ പൊതുവെ ഇടയാറുള്ളത്. അത്തരത്തിൽ ചെയ്യാതെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഈ പരിപാടികൾ തുടർന്നാൽ പിന്നെന്ത് പ്രശ്നമാണ് ഉണ്ടാകുക? അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ മക്കൾ മാതാപിതാക്കളെയും, മാതാപിതാക്കൾ മക്കളെയും, കൂട്ടുകാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുത്തി കൊല്ലുന്നതിന്റെ വാർത്തകളാണ് നാം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഈ വാർത്തകളാണ് കേൾക്കുന്നത്. എന്നും പറഞ്ഞ് ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒരു പൊത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണോ ചെയ്യുന്നത്? അതല്ല. ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം ലഹരിക്ക് അടിമയായിട്ടാണ് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് സമൂഹത്തെ രക്ഷപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഇത് അതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദുക്കളെ, ഹിന്ദു സംസ്കാരത്തെ, ഹിന്ദു ആചാരത്തെ എങ്ങനെയും തകർക്കുക എന്ന ലക്ഷ്യത്തിനായി കുറെ പേർ കുടയും എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ഈ ഗൂഢനീക്കത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തികൾ തന്നെയാണ്. എന്തായാലും ഇത് പൂരപ്രേമികളുടെയും ആനപ്രേമികളുടെയും വിജയമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല.